പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ എൻ്റെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുണ്ട്. എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിൽ പഴത്തിന്റെ കുറവുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ നൂഫി പിഷ്കത്തി കറക്റ്റ് എല്ലാം വിളമ്പി കഴിഞ്ഞ് ചോറ് വിളമ്പാനാവുമ്പോ രണ്ടെണ്ണം വന്നിക്കണേ. കാര്യം റിവീൽ ചെയ്യുന്നു പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്താ കാണുന്ന വെച്ചാൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നെന്താണ് നമ്മുടെ സ്പെഷ്യൽ ഓണം എപ്പിസോഡ്. ഹാപ്പി ഓണം. അപ്പൊ നമ്മള് ഇന്ന് എല്ലാരും ഇവിടെ ഉണ്ട്. സനു, അബി, JP എല്ലാവരും ഒരു ഹായ് കൊടുക്കും. നമ്മളുടെ പ്രേക്ഷകർക്ക് ഹാപ്പി ഓണം. ഉമ്മ എല്ലാവർക്കും സാരി കൊടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ നൂഫിനെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ലണ്ടനിൽ വന്നിട്ട് ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആണ്. എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പൂക്കളല്ല, കാരണം പൂക്കളെ ഞങ്ങൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പൂ പറിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകില്ലേ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഇതാണ് തരുന്നത്. പൂ കിട്ടാണ്ടല്ല കേട്ടാ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ എൻ്റെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുണ്ട് എനിക്ക്. അപ്പോൾ അതും കൂടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മളെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും ഇടയിലൂടെ നമുക്ക് റിവീൽ ചെയ്യും. അതെ, അതൊരു സ്പെഷ്യൽ ഒരു അടിപൊളി സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. നമ്മളെന്നും വീട്ടിലിരിക്കില്ല. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ വന്ന് വെച്ചാൽ ഫോറസ്റ്റിൽ വന്ന് നമ്മൾ ഈദിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നില്ലേ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഫോട്ടോസും പിന്നെ നമ്മൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് റീൽ എടുക്കാൻ വേണ്ടി വന്നിട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു പോട്ട്ലക്ക് പോലെയാണ് എല്ലാവരും ചെയ്തത്. നമ്മൾ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് അബി ഉണ്ടാക്കുന്ന സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അബിനോട് തന്നെ ചോദിക്കാം. പുളിയിഞ്ചി, പിന്നെ ബോളി, പിന്നെ ആപ്പിൾ അച്ചാറ്, പിന്നെ അവിയൽ. അപ്പൊ അബിന്റെ 5 സ്പെഷ്യൽ ആണ് ഇന്നുള്ളത്. പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ എന്താണ്? ഉമ്മ സാമ്പാറ്, പപ്പടം, രസം, നെയ്യപ്പം. സാമ്പാർ ഞാനാണ് ഗൈസ്. സാമ്പാറ്, ഉപ്പേരി, പിന്നെ എന്താണ് ഞാൻ ഉണ്ടാക്കിയത്? പച്ചടി, പൈനാപ്പിൾ പച്ചടി. ഇത് ഞാനാ ഉണ്ടാക്കിയത്. ഉമ്മ അടിപൊളി ഇന്ന് ഗോതമ്പ് പായസം, രസം, അതൊക്കെ. പിന്നെ നൂഫിന്റെ സ്പെഷ്യൽ അടിപൊളി സ്പെഷ്യൽ ഉണ്ട്. പറയൂ നൂഫി. ചിപ്സ്, കൈ കൊണ്ടുണ്ടാക്കിയ ചിപ്സ്, ശർക്കര എല്ലാം പാക്കറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. ആരുടെയോ കൈകൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ. ഫുള്ള് സെറ്റപ്പ് ആക്കിയത് നൂഫിയാണ്. പിന്നെ ഇതാ ഞാൻ ഡിഷസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ അടുത്തതായി നമ്മളുടെ നീതുവിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇന്നത്തെ? പാലട പായസം, എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി, പിന്നെ ക്യാബേജ് തോരൻ, കാളൻ. അതാണ് ഇപ്പൊ നീതുവിന്റെ സ്പെഷ്യൽ ഉള്ളത്. അപ്പൊ നമ്മളെല്ലാരും കൂടെയുള്ള ഒരു പരിപാടിയാണിത്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളെ ഈ വീട്ടില് എല്ലാ മതക്കാരും ഉണ്ട്. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാലുള്ളൊരു ഇതാണ് ഈ കാണുന്നത്. അതായത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, മുസ്ലിമും ഉണ്ട്. പക്ഷെ ഓണം നമ്മളുടെ ദേശീയ ഫെസ്റ്റിവൽ ആണല്ലോ. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് ബിസ്മിൻ ചൊല്ലി നമുക്ക് ഓണത്തിന്റെ പരിപാടികൾ എന്ന് തുടങ്ങാം അല്ലേ മക്കടാ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളെ ഡിഷസ് ഒക്കെ ഇതാ കൊണ്ടാട്ടം, അവിയൽ, എരിശ്ശേരി, കാബേജ് തോരൻ, ഇതെന്താ ഇത് മോര് കറി അല്ല, ഇതെന്താ ഇത് മോര് കറി, ഉപ്പേരി, ആപ്പിൾ,
ആപ്പിൾ അച്ചാറാട്ടോ, പുളി ഇഞ്ചി, ബീട്രൂട്ട് പച്ചടി, പിന്നെ നൂഫിയുടെ പഴം. ഇത് എന്റെ പൈനാപ്പിൾ പച്ചടി, അത് പരിപ്പ് കറി. അപ്പൊ ഇതൊക്കെയാണ് നമ്മള്. ഇത് രണ്ടും നൂഫിയുടെ കൊണ്ടാട്ടൊക്കെ കാണിച്ചു. പപ്പടം പപ്പടം പപ്പടം. പിന്നെ ഗായ്സ് എല്ലാരും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതിൽ പഴത്തിന്റെ കുറവുണ്ടാവും. കാരണം എന്ന് വെച്ചാല് ഈ നൂഫി പിഷ്കത്തി പഴം പറഞ്ഞാൽ ഇവിടെ 9 ആളുള്ളെങ്കിൽ 9 ആൾക്കുള്ള പഴം അവള് വാങ്ങിയിട്ടുള്ളൂ. കാര്യമില്ല. പിന്നെ അതായത് 5 പൗണ്ടാണ് ഇത്. അപ്പൊ നൂഫി പൈസ എത്രയെന്ന് അറിയാതെ നൂഫി വാങ്ങി. ബില്ലിട്ടപ്പോ നൂഫി അപ്പൊ അത് കാരണം ചില പ്ലേറ്റിൽ പഴം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചോളുക. തൊലി പോലും നമ്മള് കളയുന്നതല്ല, അത്ര വിലപിടിപ്പുള്ള സാധനമാണ് തൊലി. ഞങ്ങള് മറ്റേ മുളെ മാളു അതേപോലെ ഞങ്ങള് ചെയ്യും. ഞങ്ങള് തൊലി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും. നെയ്യപ്പം നമ്മള് വിളമ്പോ ഓരോന്നിനും അതിൻ്റെതായ രീതി ഉണ്ട്. പക്ഷെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളേതായ രീതിയിലാണ് നോക്കുന്നത്. കാളനിട്ടിട്ടില്ല ആയിഷ, കാളനിൽ പിന്നെയും പുറകോട്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് എല്ലാം വിളമ്പി കഴിഞ്ഞ് ചോറ് വിളമ്പാനാവുമ്പോ 2 എണ്ണം വന്നിക്കണ്. ആ വിഷ്ണു ചേട്ടൻ ഉണ്ടല്ലോ ഇവിടെ അബിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിതാ ഗായ്സ് ഓണസദ്യ കഴിക്കാൻ പോവാണ്. എല്ലാരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്താ കാണുന്ന വെച്ചാല് ഞാൻ ഞങ്ങൾ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞങ്ങള് 3 months ആയിട്ട് പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് യൂട്യൂബ് ഫാമിലിനോടാണ് പറയാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മൾ അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അറിയാം. പക്ഷെ അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഛർദിയാണ് ഗൈസ്. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ ഓണാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഓണമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് വേണ്ടി അല്ലേ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ ഉമ്മ ഉണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഛർദി ഉണ്ട്, എന്നാലും ഓക്കെയാണ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാണാൻ ആസ്വദിക്കാൻ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.